ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. എന്തെന്ന് വെച്ചാൽ നമ്മളിന്ന് വെണ്ടക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കാണ്. അപ്പോൾ അത് ആ കറി എന്തൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ ഉണ്ടാക്കണത്, എന്തൊക്കെയാണ് ഇത് ചേർക്കണമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെണ്ടക്ക കറിയാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും കുറഞ്ഞ വെള്ളത്തിൽ നല്ല അടിപൊളി മുളകിട്ടൊരു വെണ്ടക്കയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കറി വെക്കുന്ന പരിപാടിയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഒരു മൺചട്ടിയാണ്, ഒരു മൺചട്ടിയാണ്. അപ്പം ഈ മൺചട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, തീ കത്തിച്ച് അതിലേക്ക് വെക്കുന്നു. അതിലേക്ക് ആവശ്യമുള്ള ഒരു മൺചട്ടിയാണ്. തീ കത്തിച്ചു, എണ്ണ കുറച്ച് ഒഴിക്കുന്നു, നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്, അധികം ഓയിൽ പറ്റാത്തത് കൊണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സവാള വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തത്, സവാളാണത്, കുറച്ച് സവാള ഉള്ളൂ. തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്. പിന്നെ നമ്മളെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയാണ് കേട്ടോ. വെണ്ടക്ക എന്ന് പറയുന്ന സാധനമല്ലേ, ചെറുതാണ് സാധനം കേട്ടോ, ഒറ്റ ചെറുതാ. ഇത് ഇവിടുത്തെ സൗദികളിൽ ചെറുതേ കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മളെ കറി, മുളക് ഇടുക എന്ന് പറയും അല്ലേ. അപ്പൊ അതാണ് നമ്മളെ പരിപാടി. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യമായി ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അത് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ വെളുത്തുള്ളി ഇടുന്നതിന്റെ മുമ്പ് കടുക് ലേശാട്ടാന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. കടുക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് എടുത്തിട്ട് വെക്കട്ടോ. അപ്പൊ പ്രിയ നമ്മളെ ചെങ്കള, നമ്മളെ എണ്ണ ചൂടായ മാതിരി ഉണ്ട്. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാളയാണ്, അതായിക്ക് ഇടാൻ പോണു. പക്ഷെ അതിന്റെ മുമ്പ് അപ്പൊ അതൊന്ന് വാടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതിന്റെ ഒപ്പം തന്നെ 2 ബത്തൽ മുളക് ഇടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി 2 അല്ലിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലേശം ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് ആണ് പരിപാടി. ഇത് വേഗം ചൂടാവട്ടോ. പെട്ടെന്നാട്ടെ. അതിന്റെ മേലെ നമ്മൾ ഈ സാധനമാണ് കറി, വെണ്ടക്ക. അതേ ഉള്ളൂ, അധികം ആയാലും അത് പറ്റൂലേ. അപ്പൊ അതിന് വേണ്ടി വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോ ചട്ടി മൂട് കൂർത്തിട്ടായതുകൊണ്ട് ഇങ്ങനെ ഇളകുക. ഈ ഉള്ളി ഇളക്കുമ്പോഴേ ചട്ടി ഇളകണ്ടില്ലേ, ഇങ്ങനെ. എന്താ ചെയ്യാ. പിന്നെ ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞാല് നമ്മള് പുളി ഇടണം എന്ന് വിചാരിച്ചു. കൊടംപുളി ഇട്ട് വെച്ച മറ്റേ എന്താ പേര്, അതാണ്. ഈ ചട്ടി നമ്മളെ നാട്ടിലെ മണ്ണടുപ്പ് വെക്കണതാണ്. ഈ അടുപ്പ് വെക്കുമ്പോൾ ഇത് അങ്ങോട്ടും കൂടെ ചാരി കളിക്കുക. അപ്പൊ പ്രിയമുള്ള ചങ്കളെ, എണ്ണയിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എൻ്റെ ഒരു രീതിയാണ് ഇത്. ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു അറബി ഫുഡാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, നമ്മളെ ചാനലൊന്നും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ആക്കുക, അടുത്ത് ഓൾ ക്ലിക്ക് ചെയ്യുക. കാരണം എന്താ ഞാൻ പറയാൻ കാരണം എന്ന് പറയാം, ഇപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾ ആരും നോക്കണില്ല. എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ മടുത്തുകൾ നിൽക്കുന്നുള്ളത് നല്ല ഉറപ്പാക്കിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ മടുത്തുന്ന ആൾക്കാർക്ക് ഞാൻ കാണുന്നുണ്ട്, മറ്റുള്ളവർ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, നമ്മൾ 2 പച്ചമുളക് ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ നമ്മളെ ഉള്ളി സവോള ഒരു വീതം ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സവോളന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മൂടി വെക്കുക. ഇനി നമ്മൾ ദിവസം വെള്ളം തിളപ്പിക്കാൻ പോവാണ് ഇവിടെ. കാരണം നമുക്ക് കഞ്ഞിക്ക്
അതാണ് കത്തിച്ചാല് അതിന്റെ മുകളിൽ വെച്ചാല് നമുക്ക് ചായ ഉണ്ടാക്കാം. പ്രിയമുള്ള ചങ്കളെ, ഇതൊരു വെറൈറ്റി കറിയാണ്. ഈ കറിന്റെ പേരാണ് വെണ്ട 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 ബാമിയ ബാമിയ സുലു. ഹലോ, ബാമിയ ഏത് കട ചെന്നാലും ബാമിയ ഉണ്ടാവും ചോറിന്റെ ഒപ്പം. വാള് പൊളുവാനുണ്ടാവും. പക്ഷെ നമ്മളിതൊന്ന് വറുത്തിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ഉള്ളി ഒരുവിധം വയന്റ് കേട്ടോ, ഡീസന്റ് ആയിട്ടുണ്ട് ഉള്ളി കാണാൻ തന്നെ നിങ്ങൾക്ക് ഒരു രസമായിരിക്കും കാണുമ്പോൾ. പക്ഷെ നമ്മൾ അടുപ്പ് 1, 2, 3, 4 ഉണ്ടെങ്കിലും 2 കത്തുന്നില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഇത് നമ്മളൊരു ഫാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ വെണ്ടക്ക ഒന്ന് വാട്ടു എണ്ണ ഇട്ടിട്ട്, അതെന്തിനാന്ന് വെച്ചാൽ അതിന്റെ കൊഴുപ്പൊക്കെ പോകുന്നത് പഴയ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ എന്താ പറയുക, നമ്മളെ ഉള്ളിയായി, സവോള അരിഞ്ഞു വെച്ച സവോള 2 സവോള എടുത്തിക്കണ ഞാൻ. അത് കുറച്ച് വലിയ സവോളയായിരുന്നു. അല്ല, ഉള്ളി, തക്കാളി ഉള്ളി എന്നാ വരുന്നത്, സവോള എന്നും വരുന്നത്, ഉള്ളി എന്നും വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞെന്ന്, അത് കുറച്ച് കറി ചിക്കൻസ് ആകാൻ വേണ്ടിയുള്ള ഓരോ ട്രിക്സ് ആയതുകൊണ്ടും നമ്മൾ ഇതൊന്ന് പിടിച്ചിളക്കണം. അപ്പോ നമ്മളെ എന്താ പറയാ, പ്രിയമുള്ളവരെ, നമ്മളെ ചങ്കാണുങ്ങള്, നമ്മളെ വീഡിയോ വല്ലാതെ ഇപ്പൊ കാണൽ മാറിയിരിക്കണേ. അപ്പൊ നമ്മളെ ഈ ഉള്ളി തക്കാളിയും കൂടിയാണ് വഴറ്റിങ്ങോട്ട് മസാല വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, ലേശം മുളകും പൊടിയാണ് ഇട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക കേട്ടോ. അപ്പൊ ഈ ചട്ടി ചൂടായാല് ഭയങ്കര പഴുപ്പാ. മൺചട്ടിയല്ലേ, മരുഭൂമി, പഴുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ ഓടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ പ്രയാസങ്ങളായിരുന്നു എന്റെ ഒരു സാധനം. ഇവിടെ ഈ മറ്റേ പുക പോകാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് പ്രിയമുള്ള ചങ്കളെ, ഞാൻ വർത്താനം നിർത്തണില്ല. അപ്പൊ ഇതാണ്, ഇതിന്റെ പേരാണ് വെണ്ടക്ക മുളകടല്, ബാമിയ മസാല എന്ന് പറയും, ബാമിയ കറി. ഇത് സൗദി ഫുഡാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നമ്മളെ നാട്ടിലെ മാതിരിയുള്ള സാധനമല്ല. അതെന്താന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ് ഈ സാധനം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞ വെണ്ടക്കയാണ്, വെണ്ടക്ക. നമ്മളവിടുത്തെ വെണ്ടക്ക ഈ നീട്ടം വരൂലേ, ഇത് ഇവർക്ക് ഈ ചെറുതല്ലെങ്കിൽ അവർ വാങ്ങൂലട്ടോ. ഇത് ഏറ്റവും വലുതാണ് അവർക്ക്. ഇതാണ് അവരെ കണക്ക്. നമ്മളെ തക്കാളി നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ കണ്ടോ, ഇത് തക്കാളി 1 സവോളയാണ്, 2 തക്കാളി കേട്ടോ, നമ്മളെ പച്ചമുളകും കൂടി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ 2 കൊടംപുളിയാണ് ഇടാൻ പോകുന്നത്. കൊടംപുളി, മറ്റേ പുളി വല്ലാതെ കല്ലായിക്കണ, ഈ തണുപ്പുകൊണ്ടോ ചൂടുകൊണ്ടോന്ന് അറിയില്ല, ചൂടുകൊണ്ടോ. അപ്പൊ ഞാൻ അതില് 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ ലേശം കൂടി ഒഴിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ഇതില് വെറും തക്കാളികള്, അതിന് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളകും പൊടി ഇടുന്നുണ്ട്. തനി മുളകും പൊടിയാണ്. ഒരു മുളകും പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ശുദ്ധമായ മുളകും പൊടിയാണ്, കാശ്മീരി ചില്ലിയാണോ പൊടിച്ചത്, നമ്മൾ മുളക് വാങ്ങി പൊടിച്ചതാണ് നാട്ടിൽ നിന്ന് കേട്ടോ. അപ്പൊ അത് ഇട്ടതിന്റെ ശേഷം നമ്മൾ ലേശം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, മഞ്ഞപ്പൊടി ഇട്ടതിന്റെ ശേഷം ലേശം വെള്ളം ഒഴിക്കുന്നത്. എനിക്ക് വെള്ളമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഫാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്, ഇവിടെ തീ കത്തിക്കൊടുക്കുന്നത്. ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചതിന്റെ ശേഷം നമ്മൾ ഈ സാധനം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. 1/4 കിലോ പോലെ ഉള്ളത്.
അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളെ കറി ഇവിടെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. നമുക്ക് കുറഞ്ഞ പൊടി ഇട്ടിട്ടുള്ളൂ, നമുക്ക് എരിവും പാടില്ല, ചെറിയ കറിയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളെ ചട്ടി ഇതെന്താണ് എന്ന് പറയാ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ള ചങ്കളെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നമ്മളെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് നമ്മൾ ഈ ഫാനിലകത്ത് ലേശം ഓയിൽ ഒഴിക്കുന്നുണ്ട്. നല്ല ആഫി ഓയിലാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെണ്ടക്ക കുഞ്ഞുങ്ങളാണ് അതിലേക്ക് ഇട്ടു കേട്ടോ. അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഇട്ടതിന്റെ ശേഷം അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ചങ്കളെ, ഇതാണ് നമ്മൾ വെണ്ടക്കട. ഇത് നടു മുറിച്ചിട്ടൊന്നുമില്ല, ചെറുതായതുകൊണ്ട് നടു മുറിച്ചില്ല. ഇതെങ്ങനെ ഒന്ന് വാട്ടുക, അതിലേക്ക് ഇടാം. ഇതാണ് നമ്മളെ അറബി മോഡലാട്ടോ. നമ്മുടെ നാട്ടിലെ മോഡലൊന്നും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. എന്തായാലും നിങ്ങൾക്ക് നമ്മളിത് കൂടുതൽ അറിയാമെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മളൊന്ന് ചെയ്ത് കാട്ടുക എന്ന് മാത്രം നമ്മളൊരു രീതിയാണ്. നമ്മളെ ചങ്കള് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ ചാനലിലൊന്ന് എവിടേക്ക് വന്നുകൊണ്ട് ഒന്ന് കാണട്ടോ. ഇന്നൊക്കെ വളരെ മോശമായിട്ടാണ് ആൾക്കാർ ചാനൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞു കായ്കളാണ്. മൂത്ത കായ് ഇവർക്ക് പറിക്കാൻ വാങ്ങൂല കേട്ടോ. ഇതാണ് ഇവിടുത്തെ വെണ്ടക്ക എന്ന് പറയും. ബാമിയ മസാല കേട്ടോ, ബാമിയ ചങ്കളെ. അപ്പൊ ഇതാണ് നമ്മളെ കറി തയ്യാറാവുന്ന സാധനം. അപ്പൊ നമ്മളെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ കറി റെഡി ആയിട്ടോ. കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക കറി റെഡിയായി. ഇതിന് ബാമിയ മസാല എന്നാ പറയാ. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതാ ബാമിയ റെഡിയായി, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, മംഗളത്തിലാണ്, വെറൈറ്റി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എന്തൊക്കെയാ കാട്ടിയതെന്ന്. എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വീഡിയോ കാണാം, എന്നാ നടക്കുക. അപ്പൊ എന്നാ ശരി കേട്ടോ. ഹായ് ചങ്കളെ, നമ്മളെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഈ സാധനം ചിലതൊക്കെ അടിയിലൊക്കെ കരി വീണുണ്ട്, ചിലതൊക്കെ നല്ലതായി, ചിലതായിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കറി ഇതോടെ നിർത്താൻ ഇത്ര മതി. അപ്പൊ നമ്മള് ഇതിങ്ങനെ വാട്ടിയതിന്റെ ശേഷം നമ്മൾ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ പ്രിയമുള്ള ചങ്കള, ഇതാണ് നമ്മളെ ഇന്നത്തെ വെണ്ടക്ക മുളകിടല്. അപ്പൊ നിങ്ങളൊക്കെ അതേമാതിരി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ചെറിയ പരിപാടിയുള്ളൂ. 2 തക്കാളിയും ഒരു ചെറിയ പൊട്ട് ഉള്ളിയും, ആവശ്യമുള്ള ഉള്ളിൻ്റെ, ഏതായാലും സവാള ഒന്നും ഉണ്ടായത് നല്ലതാണ്. അപ്പൊ അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. ഇതിലിട്ടിട്ട് ഒരു വെളുത്തുള്ളി ഇട്ടിക്കണ്. അതിന് വെണ്ടക്ക ഒന്ന് വാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ടൊന്ന് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക.